രാഹുലെ, സ്ഥാനാർത്ഥി നിർണയം ആരംഭമാകുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന CPM പാർട്ടിയിൽ നേതൃത്വത്തെ ചൊല്ലി പലതരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. തനിക്ക് സ്ഥാനാർത്ഥിയാകണം തനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ് CPM. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്ത പ്രകാരം പയ്യന്നൂരിന് പിന്നാലെ ഇപ്പോൾ ഈ തളിപ്പറമ്പിലും ഒരു വലിയ പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്. ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ പോകണം, അതും ശ്യാമളയ്ക്കെതിരെ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ മത്സരിക്കുക എന്നുള്ള ഒരു നാണക്കേട് ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു TK ഗോവിന്ദൻ പാർട്ടി വിട്ടിറങ്ങി PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കാൻ പോകുന്നത്. എന്താണ് രാഹുലിന്റെ കാഴ്ചപ്പാടിൽ? അല്ല, ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് തളിപ്പറമ്പിൽ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ അതല്ല, കണ്ണൂരിൽ ഇതിനു മുമ്പിട്ട് തുടങ്ങിയ ഒരു കലാപമാണ് കമ്മ്യൂണിസ്റ്റ് കലാപം. കമ്മ്യൂണിസ്റ്റ് കലാപം എന്ന് പറയുമ്പോൾ അത് ഒരാൾ മാത്രമല്ല. നേരത്തെ ഒരു കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ മാത്രമല്ല ഇന്ന് കലാപത്തിന് നേതൃത്വം നൽകുന്നത്. 1000 പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കലാപത്തിന് തയ്യാറായി ഇറങ്ങിയിരിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഏകാധിപത്യ ഭരണം തന്നെയാണ്. നമുക്കറിയാം, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് ഇറങ്ങുമ്പോൾ, അതായത് MLA സ്ഥാനം രാജിവെച്ച് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, തിരഞ്ഞെടുപ്പിന്റെ കാലാവധി കഴിയുമ്പോൾ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അവിടെയാണ് വിഷയങ്ങൾ തുടങ്ങിയത്. അല്ല, അദ്ദേഹം ഒരു പ്രസ്താവന ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. എന്റെ ഭാര്യ ആയതുകൊണ്ടല്ല അവർ മത്സരിക്കുന്നത്, അവർ പാർട്ടി കേഡറായതുകൊണ്ട്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർ പാർട്ടി കേഡറായിരുന്നു, മഹിളാ വിങ്ങിന്റെ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ളതാണ്, DYFI മെമ്പർ. കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ എന്തിനാണ് മത്സരിക്കുന്നത്? കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ മത്സരിക്കുന്നത് എന്തിനാണെന്നുള്ള ഇവിടെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞികൃഷ്ണൻ ചേട്ടനാണ് ഈ പറയുന്ന പയ്യന്നൂരിൽ ഒരു വലിയ ആദ്യത്തെ രാഷ്ട്രീയ കലാപം, അല്ലെങ്കിൽ CPM കലാപം ആദ്യം, CPM-നുള്ളിൽ ഒരു കലാപം ആദ്യമായി പയ്യന്നൂരിൽ അഴിച്ചുവിടുന്നത് കുഞ്ഞികൃഷ്ണൻ ചേട്ടനാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അദ്ദേഹം ഒരു തലമുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഈ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് സഹിക്കാനും സമ്മതിക്കാനും പറ്റില്ല. അല്ല, ഇപ്പൊ 2 വിമത സ്ഥാനാർത്ഥികളാണ് കണ്ണൂരിലുള്ളത്. ഒന്ന് തളിപ്പറമ്പിലും ഒന്ന് പയ്യന്നൂരുമാണ്. അപ്പോൾ 2 സീറ്റിനെയും പറ്റി നമ്മൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട തന്നെയായിരുന്നു. ഏകദേശം അതെ, എനിക്ക് തോന്നുന്നു പയ്യന്നൂരിൽ അങ്ങനെ ആരും മത്സരിച്ച് വിജയിച്ചിട്ടില്ല, കോൺഗ്രസ് വിജയിച്ചിട്ടില്ല. തളിപ്പറമ്പിലാണെങ്കിൽ ഏകദേശം ഒരു വട്ടം, അതായത് പണ്ട് 90കളിൽ ആരോ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും അങ്ങനെ വിജയിച്ചിട്ടില്ലാത്ത സീറ്റുകളാണ് ഇതെല്ലാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നൊരു രീതിയുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് എന്താണ് പറയുന്നത്? ഇവിടെ കണ്ണൂരിൽ സുധാകരൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു വിഭാഗീയതയും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ പാർട്ടി വിട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും, അതും കമ്മ്യൂണിസ്റ്റ് കണ്ണൂരിൽ നിന്നും കലാപം കാരണം പാർട്ടി വിടുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവിടെ ഏകാധിപത്യമാണ്. അവിടെ ചിലരുടെ വാക്കുകൾ മാത്രമേ നടക്കുള്ളൂ. നമുക്കറിയാം, കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും ചിലരെ മാത്രമേ പാർട്ടി സംരക്ഷിക്കുള്ളൂ. പാർട്ടിക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന, പാർട്ടിക്ക് ലഭി പിരിച്ചു കൊടുക്കുന്ന, കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ചില മാഫിയ സംഘങ്ങൾ, അവരെ മാത്രമേ പാർട്ടി ഇപ്പോൾ വളർത്തുന്നുള്ളൂ. പാർട്ടിക്ക് അവരോടൊരു പ്രത്യേക സ്നേഹമാണ്. എന്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുളപൊട്ടി വന്നത് കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ്. അവിടെ നിന്നാണ് കേരളം മുഴുവൻ ഈ പ്രസ്ഥാനം വ്യാപിച്ചത്. ആ ഒരു എന്താ പറയുന്നത്, വിളനിലത്തിൽ തന്നെ പാർട്ടി കിതയ്ക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ പാർട്ടി ശരിക്കും സമ്മർദ്ദത്തിലാവുകയാണ്. പാർട്ടിയിൽ തന്നെ എത്ര നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്? ഇവരെല്ലാം വെട്ടിനിർത്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി വളർന്നു വന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പാർട്ടിക്കുള്ളിലെ കലാപങ്ങൾ. പക്ഷെ കണ്ണൂരിലായതുകൊണ്ട് ഭയത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഭയം ഏറ്റവും കൂടുതലുമുള്ളൊരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂര് തന്നെയാണ്. കണ്ണൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ബോംബിന്റെ കണ്ണൂർ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കണ്ണൂരിനെ പറ്റി കളിയാക്കി പറയും. പക്ഷേ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്രയും കലുഷിതമായിരുന്ന കണ്ണൂര്, നമ്മൾ ആരും ഭൂമിയായില്ലാത്ത രക്തം ചീന്തിയ കണ്ണൂരുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും BJP-യിലും എല്ലാം ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഈ രക്തത്തിന്റെ കറകൾ, എനിക്ക് തോന്നുന്നു അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആര് എന്ത് ഭയപ്പെടുത്തിയാലും അവരെ തിരിച്ചക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയൊരു സാഹചര്യം. അവിടെ നിന്നാണ് കുമ്പക്കുടി സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ, കോൺഗ്രസ് പാർട്ടി അവിടെ പടുത്തുയർത്തിയത്. എല്ലാ സമയത്തും അദ്ദേഹം പറയുന്നുണ്ട്, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടിനെ മറന്നിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്, എൻ്റെ ജീവൻ പോലും
നോക്കാതെയാണ് ഞാൻ ഈ പാർട്ടി ഇവിടെ വളർത്തിയത്. എനിക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വളർന്നത്. അതുകൊണ്ട് വൈകാരികമാണ് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പറ്റി ആരെപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും വൈകാരികമായിട്ട് മാത്രമേ സംസാരിക്കൂ. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് കണ്ണൂരിൽ കോൺഗ്രസിലാണ് വലിയ പ്രതിസന്ധി, സുധാകരൻ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുധാകരൻ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സീറ്റ് കൊടുക്കും. അതാണ് സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ കഴിവ്. കണ്ണൂരിൽ കെ സുധാകരൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകത്തില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആരെ നിർത്തണം ആരെ നിർത്തണം എന്ന് സുധാകരൻ പറയും. അതാണ് സുധാകരന്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കെ കരുണാകരന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ലീഡർഷിപ്പ് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു നേതാവാണ് KS. അല്ലെ, തീർച്ചയായിട്ടും ലീഡർഷിപ്പ് എന്നല്ല, അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയെ നയിക്കാൻ. ഇപ്പോൾ ലീഡർഷിപ്പിൽ ഒരുപാട് നേതാക്കന്മാർ ഇന്നുമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ലീഡർഷിപ്പിന് കുറവൊന്നുമില്ല. ഒരുപാട് ലീഡർമാരുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകാരികമായിട്ട് തൊടാൻ കഴിയുന്ന, വൈകാരികമായിട്ട് ചേർത്ത് നിർത്താൻ കഴിയുന്ന നേതാക്കന്മാർ കുറവാണ്. അവിടെയാണ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാക്കന്മാർ. പല നേതാക്കന്മാരും അവരുടെ വായിലെ നാക്ക് കൊണ്ട് എപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ പോലും കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കും വൈകാരികമായിട്ടാണ് അവിടുത്തെ പ്രവർത്തകരെടുക്കുന്നത്. അതാണ് വ്യത്യാസം. ചിലര് ഇപ്പോൾ ഓരോ നേതാക്കന്മാരെ എന്തെങ്കിലും പറയുമ്പോൾ ആ നേതാക്കന്മാരെ കളിയാക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. പക്ഷേ കെ സുധാകരൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വൈകാരികമായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പോൾ കണ്ണൂരിലെ CPM-ലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിലെ CPM വളരെയധികം പ്രതിസന്ധിയിലാണ്. എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറി ആയിട്ട് ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷമാണ് ഈ പാർട്ടി ഇത്രത്തോളം ശോകമായി പോയത്, അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അധികാരം ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ ഇവർക്ക് ആർക്കും കഴിയാതെ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കേഡർ സംവിധാനമാണ്. ആ കേഡർ സംവിധാനത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലിരിക്കുന്ന അയാൾ നിയന്ത്രിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതാവും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ ഭരണത്തെ കൊണ്ടുപോകാൻ അദ്ദേഹം നോക്കി, അതേപോലെ തന്നെ പാർട്ടിയെ കൊണ്ടുപോകാനും നോക്കി. അവിടെയാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. ഇപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. അല്ല, പിണറായി വിജയൻ കൊണ്ടുപോയി. പക്ഷെ അവിടെയാണ് അദ്ദേഹം ഏകാധിപതി എന്ന് പറയുന്നൊരു പട്ടം സ്വേച്ഛാധിപതിയാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ കൂടെ നിൽക്കുന്നവരെ പ്രീണിപ്പെടുത്തുക, തൻ്റെ മരുമകന് സ്ഥാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വെട്ടി നിർത്തുക. ഇപ്പോൾ ഈ ധർമ്മടത്തുനിന്ന് കഴിഞ്ഞ ദിവസം നമുക്കൊന്ന് റിപ്പോർട്ട് കണ്ടില്ലേ, ഭയത്തിന്റെ വോട്ടാണ് പിണറായി വിജയന്റെ വിജയം. അല്ല, ഇപ്പോൾ തന്നെ കണ്ണൂരിൽ 2 or 3 ഇപ്പോൾ നമുക്കറിയാം ശൈലജ ടീച്ചറെ സംബന്ധിച്ച് കേരളത്തിന് മുഖ്യമന്ത്രി ആകുമെന്നുള്ള രീതിയിൽ വരെ, ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വരെ വലിയ രീതിയിൽ പ്രശസ്തി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രി പദവിയിലേക്കും കൊണ്ടുവരുന്ന സാഹചര്യമില്ല. ഇപ്പോ അവരുണ്ടായിരുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും മാറ്റി അടുത്ത മണ്ഡലത്തിലേക്ക് അവരെ, നമുക്കറിയാം KPCC പ്രസിഡന്റിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അതൊരു ഭീഷണിയല്ല. പാർട്ടിയിൽ ഞങ്ങളൊക്കെ മതി, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഞങ്ങൾക്കപ്പുറത്തേക്ക് നീ വളരണ്ട എന്നുള്ളൊരു മനോഭാവം പാർട്ടിയിലെ ചില ആളുകൾക്ക് ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം പാർട്ടിയിൽ കൂടി വരുന്നത്. പാർട്ടിയുടെ വിജയ സാധ്യതകൾ തന്നെ വളരെ രീതിയിൽ, അതായത് കണ്ണൂരിനെ സംബന്ധിച്ച് പാർട്ടി ഏത് സമയത്തും എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും കൂടെ നിന്നിട്ടുള്ളൊരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ആ കണ്ണൂർ കൂടെ കൈവിടുകയാണെങ്കിൽ ഈ പാർട്ടി ഇവിടെ കൊണ്ടില്ലാതാവും.